My dear students, Dr. ജെയിംസ് ടൈലർക്കിൻ്റെ രചിച്ച ലെക്ചേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 345 എപ്പിസോഡിൽ ബാപ്റ്റീഷ്യ എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ശരിക്കും പേടിപ്പെടുത്തുന്ന ചില ലക്ഷണങ്ങൾ, കണ്ടു കഴിഞ്ഞാൽ ഭയം തോന്നുന്ന ചില ലക്ഷണങ്ങൾ എന്നോട് വിശദീകരിക്കുന്നുണ്ട്. വായിലും തൊണ്ടയിലും നാവിലും ഒക്കെ വ്രണങ്ങൾ, രക്തസ്രാവം, പഴുപ്പ്, ഭയങ്കരമായ ദുർഗന്ധം, ഡിഫ്തീരിയ, അങ്ങനെയുള്ള നിരവധി ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരം ഭയജനകമായ രോഗാവസ്ഥകളെപ്പോലും കവർ ചെയ്യാൻ പറ്റിയ ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളിൽ ഈ ഔഷധം ഉണ്ടാക്കും. നമുക്ക് ഈ ഭാഗത്തൊക്കെ എൻ്റെതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. തുടക്കത്തിൽ തന്നെ തലവേദനയെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ തലവേദനയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ പർട്ടിക്കുലേഴ്സിനെ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ടിപ്പ് കെൻഡിയുടെ പറയുന്നുണ്ട്. ദ ഹെഡ് ഏക്സ് ആർ നോൺ ഡിസ്ക്രിപ്റ്റ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിരവധി തരം തലവേദന ഉണ്ട്. ഓൺലി ദോസ് കൺജസ്റ്റീവ് അറ്റാക്സ്, frontal headaches, violent pains in the head, and especially in the occiput, such as occur in the low forms of disease. അപ്പോൾ വിശേഷിച്ചും വളരെ വഷളായ രോഗാവസ്ഥകളിൽ വരുന്ന തരത്തിൽ, തലയുടെ പിൻഭാഗത്ത് ഒക്കെ വരുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ പിൻഭാഗത്തും മുൻഭാഗത്തും വരുന്ന തരത്തിലുള്ള വിങ്ങുന്ന രൂക്ഷമായ വേദനകൾ. എന്നിട്ട് അടുത്തായിട്ട് കെൻഡ് പറയുന്നൊരു വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. ഐ ഹാർഡ്ലി എവർ ഗോ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഹെഡ് ഏക്സ്. തലവേദനകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അങ്ങനെ പോകാറില്ല, കാര്യമായിട്ട് അങ്ങനെ പോകാറില്ല. എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് തോന്നുന്നു തലവേദന എന്നല്ല, മറ്റ് പല പർട്ടിക്കുലർ ലക്ഷണങ്ങളുടെയും ഈ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, വളരെ സവിശേഷമായ, വളരെ പെക്യുലിയറായിട്ടുള്ള ചില കാര്യങ്ങളല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ഇപ്പോൾ തലവേദന വശത്ത് നെറ്റിയിൽ, കുഞ്ചിയിൽ കുത്തുന്ന പോലെ, പൊള്ളുന്ന പോലെ, വിങ്ങുന്ന പോലെ, ഇങ്ങനെയൊക്കെയുള്ള വളരെ സൂക്ഷ്മാംശങ്ങളിൽ വലിയ കാര്യമില്ല. അത് തലവേദനയുടെ കാര്യത്തിലാണ് എൻ്റെ വിശേഷം പറയുന്നത്. അങ്ങനെ എടുക്കേണ്ട, ഞാനങ്ങനെ പോകാറില്ല. അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ റിപ്പർട്ടറിയുടെ ആമുഖത്തിലാണോ ലെസർ റൈറ്റിങ്സിലാണോ എനിക്ക് ഓർമ്മയില്ല, ഒരിടത്ത് പറയുന്നുണ്ട്, റിപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ സിംറ്റംസിൻ്റെ ഈ ഡീറ്റെയിൽഡ് റൂബ്രിക്കിലേക്ക് പോയിട്ട് അതെടുത്ത് വെച്ച് ഒരു ഔഷധം സെലക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് കൃത്യമായ ഔഷധത്തിലേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് ആ പർട്ടിക്കുലറിൻ്റെ ജനറൽ റൂബ്രിക്ക്. ഇപ്പോൾ ഹെഡ് ഏക്ക് ആണെങ്കിൽ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ വൺ സൈഡഡ് ഹെഡ് ഏക്ക്, ലെഫ്റ്റ് സൈഡഡ്, അങ്ങനെ ഒരു ഭാഗം, അങ്ങനെ ആ ഒരു പ്രധാന റൂബ്രിക്ക് മാത്രം. അതിൽ ധാരാളം ഔഷധങ്ങളുണ്ടാവും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പിഞ്ചിങ്, സ്റ്റിക്കിങ്, കൺജസ്റ്റീവ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്നാമത് അതിലുള്ള ഔഷധങ്ങളുടെ എണ്ണം കുറയും. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് വേണ്ട ഔഷധം ചിലപ്പോൾ അതിൽ ഉൾപ്പെടാതെ പോകും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കൃത്യമായ ഔഷധ നിർണയത്തിലേക്ക് എത്തിച്ചേരാനാകാതെ വരും. അതുകൊണ്ട് ആ പർട്ടിക്കുലറിൻ്റെ ആ ഒരു ജനറൽ റൂബ്രിക്ക് മാത്രം, ഹെഡ് ഏക്ക് ആണെങ്കിൽ ഹെഡ് ഏക്ക്, വൺ സൈഡിൽ, അങ്ങനെ ഏത് പർട്ടിക്കുലർ ആണെങ്കിലും ആ തരത്തിൽ. അപ്പോൾ ധാരാളം ഔഷധങ്ങൾ ആ ഒരു റൂബ്രിക്കിന് കീഴിലുണ്ടാവും. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും ഇതും കൂടി ചേർത്ത് വായിക്കണം. ഐ ഹാർഡ്ലി എവർ ഗോ ടു ഡീറ്റെയിൽസ് ഓഫ് ഹെഡ് ഏക്സ്. ബാപ്റ്റീഷ്യ ഈസ് നോട്ട് എ ഹെഡ് ഏക്ക് റെമഡി. ബാപ്റ്റീഷ്യ കാര്യത്തിലാണെങ്കിൽ തലവേദനക്കുള്ളൊരു മരുന്ന് അല്ല, ചില സവിശേഷ സാഹചര്യങ്ങൾ മാത്രം. എന്താണെന്നൊക്കെ എൻ്റെ പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ റെമഡി that we would single out to treat headaches with excepts. ഇനിയൊരു എക്സെപ്ഷൻ, അതായത് നമ്മൾ തലവേദനയെ മാത്രം എടുത്ത് തലവേദന എന്ന് പറഞ്ഞു വരുന്ന രോഗിക്ക്, തലവേദന മാത്രം വലിയ പ്രശ്നമായിട്ട് വരുന്ന ഒരു രോഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഔഷധമല്ല ഇത്. അതൊരു എക്സെപ്ഷൻ. അല്ലെങ്കിൽ എങ്ങനെയുള്ള തലവേദന വരുന്നത്? എക്സെപ്റ്റ് സച്ച് വയലന്റ് പെയിൻസ് ഇൻ ദ ഹെഡ് ഓഫ് എ കൺജസ്റ്റീവ് ക്യാരക്ടർ ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദിസ് ലോ ഫോംസ് ഓഫ് ഫീവർ. ഈ മോശം പനികൾ, നമ്മൾ നേരത്തെ കണ്ട ടൈഫോയിഡ്, ഡിഫ്തീരിയ, ടൈഫസ്, സ്കാർലറ്റ് ഫീവർ, അങ്ങനെയൊക്കെയുള്ള മോശമായ, മാരകമെന്നൊക്കെ പറയാവുന്ന
പകർച്ചവ്യാധി പനികളൊക്കെ ഒപ്പം ചേർന്ന് വരുന്ന വിങ്ങുന്ന തരത്തിലുള്ള സ്വഭാവത്തിലുള്ള തലവേദനകളാണ് ബാപ്റ്റീഷ്യ കവർ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഐ സിംറ്റംസ്, കഞ്ചഷൻ, റെഡ്നെസ്, വളരെ സവിശേഷമായ ലക്ഷണങ്ങൾ കണ്ണിലുണ്ട്. കണ്ണ് വിങ്ങുന്നു, ചുവന്ന് നിറഞ്ഞിരിക്കുന്നു. പെയിൻസ് ഇൻ ദ ഐസ്, കണ്ണിൽ വേദന. ആൻഡ് ബാക്ക് ഓഫ് ദ ഐസ്, കണ്ണിന്റെ പിൻഭാഗത്ത്, നേത്രകോളത്തിന്റെ പിൻഭാഗത്തും വേദന ഉള്ളായിട്ട്. സോ ഇറ്റ് ഹാസ് വിത്ത് ഹിയറിംഗ്, ഇതേപോലെ തന്നെ കേൾവിയുമായിട്ട് ബന്ധപ്പെടും. സോ ഇറ്റ് ഹാസ് വിത്ത് നേസൽ സിംറ്റംസ്, മൂക്കുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ തന്നെ. ബട്ട് അസോസിയേറ്റ് വിത്ത് ഫീവേഴ്സ്, ഇതെല്ലാം പനിയുമായി ചേർന്ന് വരുമ്പോഴാണ് ബാപ്റ്റീഷ്യ അവിടെ ഫലവത്താകുന്നത്. ബട്ട് ആസ് സൂൺ ആസ് വി കം ടു ദ ഫേസ്, ഈ മുഖത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ചിത്രം മാറുകയാണ്, കുറെ കൂടി രൂക്ഷവും വ്യാപകവുമാണത്. വി ബിഗിൻ ടു റിയലൈസ് ദ ബാപ്റ്റീഷ്യ സിംറ്റംസ്. അവിടെയാണ് ബാപ്റ്റീഷ്യ ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്, മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ദാറ്റ് ഡിസോർഡർഡ് എക്സ്പ്രഷൻ, മുഖം മത്ത് പിടിച്ച പോലെ, ഒരു മൗഢ്യം വന്നതുപോലെ, ചോദിച്ചാൽ മറുപടി പറയാത്തൊരു അൺറെസ്പോൺസീവ് ഒരു അവസ്ഥ, ബിസോർട്ടഡ്. ദ കൗണ്ടറൻസ് ഷോസ് ദാറ്റ്, മുഖഭാവം അതിനെ കാണിക്കും. ആ മുഖഭാവം നിങ്ങൾ നിരീക്ഷിക്കണം എന്നാണ് എൻ്റെ അവിടെ വ്യംഗ്യമായിട്ട് പറയുന്നത്. മുഖം അത് കാണിക്കുന്നത്. കൗണ്ടറൻസ് ഷോസ് ദാറ്റ്, ദ ഐസ് ഷോ ഇറ്റ്, കണ്ണുകൾ അത് കാണിക്കുന്നുണ്ട്. ദ ഫേസ് ഷോ ഇറ്റ്, മുഖം അത് കാണിക്കുന്നുണ്ട്. ഒരു മത്ത് പിടിച്ച പോലെ, മൗഢ്യം ബാധിച്ചതുപോലെ, ബോധം നഷ്ടപ്പെട്ടതുപോലെ, അങ്ങനെയൊക്കെയുള്ളൊരു മുഖഭാവം. ആൻഡ് ദീസ് ആർ ദ സിംറ്റംസ്. കൊട്ടേഷനിലാണ് ഡാർക്ക് റെഡ് വിത്ത് ഡിസോർഡർഡ് അപ്പിയറൻസ്, നല്ല ചുവന്ന നിറം, ഇതേപോലെയുള്ള മത്ത് പിടിച്ച പോലുള്ളൊരു മുഖഭാവം. ഹോട്ട് ആൻഡ് പെർസെപ്റ്റബിളി ഫ്ലഷ്ഡ്, ഡസ്കി, രക്തം വന്ന് ഇരച്ച് കയറി ചൂടായി, പിന്നെ നല്ല ഡാർക്ക് ബ്രൈറ്റായിട്ട്, ഇപ്പോൾ സന്ധ്യയിലെ ആകാശം പോലെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റെഡ്, അങ്ങനെ ഡസ്കി ഫേസ്, രക്തം ഇരച്ചു കയറിയ മുഖം. ദാറ്റ് ടെൽസ് ദ വോൾ സ്റ്റോറി. അയാളുടെ അവസ്ഥയുടെ ഒരു രൂപരേഖ തരുന്നുണ്ട്. ബേണിംഗ് ഹീറ്റ് ഇൻ ദ ഫേസ്, മുഖത്ത് ചൂട് പൊള്ളൽ. വീണ്ടും കൊട്ടേഷനാണ്. ക്രിട്ടിക്കൽ സ്വെറ്റ് ഓൺ ഫോർഹെഡ് ആൻഡ് ഫേസ്, നെറ്റിയിലും മുഖത്തും വളരെ സവിശേഷമായ നിർണായകമായ തരത്തിലുള്ള വിയർപ്പ്. ഒരുപക്ഷെ അത് ഒരു വല്ലാതെ ഗുരുതരമായ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള, ഇപ്പോൾ വല്ലാതെ ഒരു ആശങ്ക ഉണ്ടാകുമ്പോൾ, ഭയം ഉണ്ടാകുമ്പോൾ, വല്ലാത്തൊരു സിങ്കിങ് കണ്ടീഷനിലൊക്കെ ഇങ്ങനെയുള്ളൊരു വിയർപ്പ് പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരാം. ആങ്ഷ്യസ് ഫ്രൈറ്റൻഡ് ലുക്ക്, ഉത്കണ്ഠാകുലമായ, ഭയപ്പെട്ടിരിക്കുന്ന പോലെ, ഒരു വേട്ടമൃഗത്തെ പോലെ തോന്നുന്ന തരത്തിലുള്ളൊരു ലുക്ക്. ഓൺ റൗസിങ് ഫ്രം സ്ലീപ്പ് ലുക്സ് ആസ് ഹി ഹാഡ് എ ഹൊറിബിൾ ഡ്രീം. ഉറക്കത്തിൽ നിന്ന് അയാൾ ഉണർത്തിക്കഴിഞ്ഞാൽ അയാളൊരു പേടിപ്പെടുത്തുന്ന ദുസ്വപ്നം കണ്ടുണരുന്ന പോലെ അയാളുടെ കണ്ണും മുഖമൊക്കെ അങ്ങനെ ഇരിക്കും. ആൻഡ് ദെൻ കംസ് ദ മൗത്ത്, ഇനി വായുടെ കാര്യം വരുന്നു. ആൻഡ് ദ ടീത്ത് ആൻഡ് ദ ത്രോട്ട് ആൻഡ് ദ ടങ് ഓൾ ഷോ മാർക്ഡ് ബാപ്റ്റീഷ്യ ഫീച്ചേഴ്സ്. മുഖം, പല്ലുകള്, തൊണ്ട, നാവ്, ഇതെല്ലാം ആ ബാപ്റ്റീഷ്യയുടെ തനി നിറം കാണിക്കും. അത് ശരിക്കും ഭയാനകമാണ്, കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള രോഗികളൊക്കെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് വന്നെത്തുക എന്ന് പറയുന്നത് ദുർലഭമായിരിക്കാം. എങ്കിലും ചിലപ്പോൾ മറ്റ് ചികിത്സകളൊക്കെ പരാജയപ്പെടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാം. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഭയപ്പെട്ടു പോകരുത്, എന്ത് ചെയ്യുമെന്ന് കരുതി പോകരുത്. ഇത് ബാപ്റ്റീഷ്യ മാത്രമല്ല, നിരവധി ഔഷധങ്ങൾ ഇത്തരം ഭയാനകമായ രോഗാവസ്ഥകളെ കവർ ചെയ്യാൻ ഹോമിയോപ്പതിയുടെ കയ്യിലുണ്ട്. ദ ടങ് ഈസ് സോളൻ, പെയിൻഫുൾ, ഒഫൻസീവ്. നാവ് വിങ്ങിയിരിക്കുന്നു, വേദനയുണ്ട്, ദുർഗന്ധമുണ്ട്. കവേർഡ് വിത്ത് ബ്ലാക്ക് ബ്ലഡ്, കറുത്ത രക്തം ആവരണം ചെയ്യപ്പെട്ട നാവ്, കറുത്ത രക്തം. ഈ പ്രേത സിനിമകളോ അല്ലെങ്കിൽ പ്രേത നോവലുകളൊക്കെ വായിക്കുമ്പോൾ അതിലെ ചിത്രീകരണം, വിവരണത്തിലൊക്കെ കാണുന്ന ചില കാഴ്ചകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. റോ ഡെന്യൂഡഡ്, നാവിൽ ആ മുകുളങ്ങൾ, രസമുകുളങ്ങൾ, ആ പരുപരുത്ത ഫർ ഇത് പോയിട്ട് സ്മൂത്തായിട്ടുള്ള പാച്ചസ് വരുന്നു. തൊലി പോയ അപ്പിയറൻസ്. സ്റ്റിഫ് ആൻഡ് ഡ്രൈ ആസ് ലെതർ, തുകൽ പോലെ കട്ടിയായിപ്പോയി, ഉണങ്ങിപ്പോയ നാവ്. നാവിനെ കുറിച്ച് നിരവധി വിശേഷങ്ങൾ വരുന്നുണ്ട്.
ഡിസ്ക്രൈബ് ആസ് ഇഫ് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് വുഡ്, മരങ്ങൾ ഉണ്ടാക്കിയാണ് ആണോ എന്ന് തോന്നിപ്പോവും. ഓർ ബേൺഡ് ലെതർ, കരിഞ്ഞ കത്തിപ്പോയ തുകൽ പോലെ, അൾസറേറ്റഡ് വ്രണങ്ങൾ വന്നതുപോലെ. അൾസറേഷൻ റൺസ് ഓൾ ത്രൂ ദ റെമഡി. ഈ ഔഷധത്തിൽ നിറയെ വ്രണങ്ങളാണ്, നിറയെ വ്രണങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ദുർഗന്ധം, നാറ്റം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ചേർത്ത് വേണം വായിക്കാൻ. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഇടങ്ങളിലായിരിക്കാം വ്രണങ്ങളും പഴുപ്പും ഒക്കെ ഉണ്ടാകുക. റോ ആൻഡ് ഡെന്യൂഡഡ് ഊസിങ് എ തിക് സലൈവ ദാറ്റ് ഈസ് പ്യൂട്രിഡ്. നാവിൻ്റെ തൊലിയൊക്കെ പോയിട്ട് പാച്ചസ് ഉണ്ടായിട്ട് കട്ടിയുള്ള കൊഴുത്ത ഉമിനീര്, ദുർഗന്ധമുള്ള കൊഴുത്ത ഉമിനീര് ഇങ്ങനെ ഊറി വരുന്നു വായില്. ദ ത്രോട്ട് ടേക്സ് ഓൺ അൾസറേഷൻ, തൊണ്ടയിൽ വ്രണങ്ങൾ വരുന്നു. ഈസ് റോ ആൻഡ് ബ്ലീഡിങ്, തൊലി പോയിട്ട് അവിടുന്ന് രക്തം വാർന്നു വരുന്നു. ദർ മേ ബി ഡിഫ്തീരിക് എക്സുഡേഷൻ ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ഈ ഡിഫ്തീരിയയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള സ്ഥലങ്ങൾ, ഡിഫ്തീരിക് മെംബ്രെയിൻസ് എക്സുഡേഷൻ, അത് തൊണ്ടയിലുണ്ടാകാം. വല്ലാത്ത മാരകമെന്ന് പറയുന്ന അവസ്ഥകൾ, ബാക്ടീഷ്യയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബട്ട് റൗണ്ട് അബൌട്ട് ഇറ്റ് ദർ ആർ ദോസ് ലോ ഡാർക്ക് ഒഫൻസീവ് സർഫസ്. അപ്പോൾ ഈ സ്ഥലങ്ങൾക്ക് ചുറ്റും ഇതിൻ്റെ സവിശേഷതയാണ് ഇരുണ്ട നിറത്തിലുള്ള ദുർഗന്ധമുള്ള സർഫസ് പ്രതലം ഈ മെംബ്രെയിന് ചുറ്റും ഉണ്ടാകാം. ദ ത്രോട്ട് ഈസ് ഗ്രേറ്റ്ലി സോളൻ, തൊണ്ട വല്ലാതെ വിങ്ങിയിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ഡിഫിക്കൽട്ടി ദാറ്റ് ഹി ക്യാൻ സോളോ, ഇയാൾക്ക് വളരെ കഷ്ടപ്പെട്ട് മാത്രമേ എന്തെങ്കിലും വിഴുങ്ങാൻ സാധിക്കുകയുള്ളൂ. ഡാപ്ലീഷ്യ ഹാസ് ബീൻ എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ഗാംഗ്രിനസ് സോർ മൗത്ത് ആൻഡ് സോർ ത്രോട്ട്. വ്രണങ്ങൾ വന്ന് മാംസമൊക്കെ അഴുകിപ്പോകുന്ന വായയും തൊണ്ടയുള്ള അവസ്ഥയിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് ബാക്ടീഷ്യ. ഈ കൊട്ടേഷൻ കോൺഗ്രം ഓറിസ്, ഇതേപോലെ പഴുപ്പ് വന്നിട്ട് കുട്ടികളിൽ, മാൽന്യൂട്രീഷനൊക്കെ ഉള്ള കുട്ടികളിൽ ഇതേപോലെ പഴുപ്പ് വരുന്ന വായി പഴുത്ത് ജീർണിച്ചു പോകുന്ന അവസ്ഥ. ദ അൾസേഴ്സ് സ്പ്രെഡ് റാപ്പിഡ്ലി ആൻഡ് ഈറ്റ് റാപ്പിഡ്ലി, വ്രണങ്ങൾ വേഗം പടരും, അത് മാംസത്തെ തിന്നൊടുക്കും, അത് വിട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ദ റിയലി ഫെജിറ്റീനിക്, മാംസം വിട്ടുപോകുന്നു, അടർന്നു പോകുന്നു. സോർട്സ് ഫ്രം റാപ്പിഡ്ലി ഓൺ ദ ടീത്ത്, പല്ലുകളിൽ പൊറ്റ പിടിച്ച പോലെ വരുന്നു വളരെ വേഗം. ആൻഡ് വെൻ ഹീസ് അറൗസ് ഫ്രം സ്ലീപ്പ് ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ് ഓഫ് സ്റ്റുപ്പർ ദർ ഇസ് എ ബിൽഡിംഗ് അപ്പ് ഓഫ് ലിപ്സ് ആൻഡ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത് റിഡ്ജസ് ഓഫ് ഡ്രൈ ബ്ലഡ്, വെരി ഒഫൻസീവ്. ഏതാനും മണിക്കൂറുകൾ ഉറങ്ങുകയല്ല, ഒരു മൗഢ്യത്തിൽ ഇങ്ങനെ മന്ദിച്ച് കിടക്കുകയാണ്. അതിനുശേഷം അയാളൊന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ അയാളുടെ ചുണ്ടുകളിലും കടവായിലും ഒക്കെ ഇങ്ങനെ ഉണങ്ങിയ ചോര ദുർഗന്ധത്തോടു കൂടി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഊസിങ് ഓഫ് ബ്ലഡ്, രക്തം ഇങ്ങനെ ഊറി വന്നിട്ട് ഈ മണിക്കൂറുകൾ കൊണ്ട് വന്നിട്ട് ഉണങ്ങി കട്ട പിടിച്ചിരിക്കുന്നു. ബ്ലീഡ്സ് മച്ച് ഫ്രം മൗത്ത്, വായിൽ നിന്നും ധാരാളം രക്തസ്രാവം. ത്രോട്ട് ആൻഡ് നോസ്, മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നൊക്കെ രക്തസ്രാവമുണ്ട്. തിക്ക് ഊസിങ്, കട്ടിയുള്ള രക്തം കട്ടിയായിട്ട് ഇങ്ങനെ ഊറി വരുന്നു. പ്യൂട്രിഡ്, അത് മോശമായി ദുർഗന്ധം, നാറ്റം. കൊട്ടേഷനാണ് ടങ് റെഡ് ആൻഡ് ഡ്രൈ ഇൻ ദ മിഡിൽ, നാവിൻ്റെ മധ്യഭാഗത്ത് ചുവന്ന നിറം വരണ്ടിരിക്കുന്നു. ദ റൂഫ് ഓഫ് ദ മൗത്ത് സോളൻ ആൻഡ് ഫീൽസ് നമ്പ്, വായുടെ മേൽഭാഗം, അതിൻ്റെ റൂഫ് അത് മരവിച്ച പോലെ വിങ്ങിയിരിക്കുന്നു. ഫോളോർ ബിറ്റർ നോസിയസ് ടേസ്റ്റ് ഇൻ ദ മൗത്ത്, വായിൽ നാറ്റം, ദുസ്വാദ്, കയ്പ്. ടങ് ഓഫ് എ ഡാർക്ക് ഹ്യൂ, ഇരുണ്ട നിറത്തിലൊരു നിഴൽ പോലെ ഉള്ളൊരു നിറം നാവിൽ വരുന്നു. ബ്രൗൺ ക്രസ്റ്റ് വരുന്നു, തിക്ക് ബ്രൗൺ ക്രസ്റ്റ് വരുന്നു. കാപ്പി കളറുള്ള പൊറ്റകൾ വരുന്നു. യെല്ലോയിഷ് വൈറ്റ്, ഡീപ്ലി ഫോർഡ്, ഇത് നാവ് മഞ്ഞ കലർന്ന വെള്ള നിറത്തിലാകാം. വല്ലാതെ ഇങ്ങനെ പൂപ്പൽ പിടിച്ച് ഫർ പോലെ പൂപ്പൽ തിങ്ങിപ്പിടിച്ച് വരാം. ജുരപ്പനി, ടൈഫോയിഡിലൊക്കെ സാധാരണ വരുന്ന അവസ്ഥ. അൾസേഴ്സ് ഓൾ ഓവർ ദ മൗത്ത്, വായിൽ മുഴുവൻ വ്രണങ്ങളാണ്. ബാക്ടീഷ്യ ഹാസ് ക്യൂർഡ് ദ അൾസറേറ്റഡ് സോർ ത്രോട്ട് ഓഫ് യങ് മദേഴ്സ് ആൻഡ് നഴ്സിംഗ് സോർ മൗത്ത് ഇൻ ചിൽഡ്രൻ. ചെറുപ്പക്കാരികളായ അമ്മമാരിൽ മുലകുടിക്ക് മാറാത്ത കുട്ടികളിലൊക്കെ വരുന്ന തൊണ്ടയിൽ വരുന്ന വ്രണങ്ങളോടുകൂടി
തൊലി പോയ അവസ്ഥകളെ ബാക്ടീരിയ സുഖപ്പെടുത്തിയിട്ടുണ്ട്. when the parts become dusky and the ulcers spread, ഈ ഭാഗങ്ങളൊക്കെ നല്ല ഇരുണ്ട ചെമന്ന നിറമാകുന്നു, വ്രണങ്ങൾ പടരുന്നു. ആൻഡ് ദ മൗത്ത് ഇസ് സ്പിഡ്, വായിൽ നിന്നും വളരെ മോശം ദുർഗന്ധം. ആൻഡ് ഫ്രസ്ട്രേഷൻ ഈസ് കമ്മിങ് ഓൺ റാപ്പിഡ്ലി, വളരെ വേഗം ആള് തളർന്ന് അവശമായി കിടന്നു പോകുന്നു. ദ ചൈൽഡ് ഓർ ദ മദർ ഈസ് ഗ്രോയിങ് വീക്ക് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, ഈ അമ്മയായാലും കുഞ്ഞായാലും ശരി വളരെ വേഗത്തിൽ ക്ഷീണിച്ചു പോകുന്നു. ഈസ് ബിക്കമിങ് പ്രൊസ്ട്രേറ്റഡ്, തളർന്നടിഞ്ഞ് കിടന്നു പോകുന്നു. നൗ ഓൾ ദിസ് വിത്തൗട്ട് ഫീവർ. ഇതെല്ലാം ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ പറയുന്നതെല്ലാം പനി ഇല്ലാതെയാണ്. ഇനി എന്തുകൊണ്ട് പനി ഇല്ലാതെ എന്ന് കൂടി കണ്ട് പറയുന്നുണ്ട്. മെനി ഓഫ് ദീസ് അൾസറേറ്റീവ് സ്റ്റേറ്റ്സ് ഇൻ ബാക്ടീരിയ ആർ നോട്ട് അറ്റൻഡഡ് വിത്ത് ഫീവർ. ഇത്തരം അൾസറേറ്റീവ് കണ്ടീഷൻ, ബാക്ടീരിയയുടെ വ്രണങ്ങളുണ്ടാകുന്ന ഈ അവസ്ഥകൾ, നിരവധി അവസ്ഥകൾ നമ്മൾ കണ്ടു. ഇത് മിക്കവാറും തന്നെ പനിയോടുകൂടി അല്ലാതെ, പനി ഇല്ലാതെയാണ് വരുന്നത്. ആഫ്റ്റർ അപ്പിയറൻസ് ഇൻ ദ ടൈഫോയിഡ് ഇൻ ചിൽഡ്രൻ, ടൈഫോയിഡിൽ ജലപ്പനിയിൽ കുട്ടികളിൽ വായിൽ കൊച്ചു വ്രണങ്ങൾ, നടുക്ക് വെള്ളനിറം, ചുറ്റും ചുവന്ന വൃത്തം. ആൻഡ് വിത്ത് നഴ്സിംഗ് മദേഴ്സ്, മുലയൂട്ടുന്ന അമ്മമാരിലും അങ്ങനെ വരാം. കാങ്കർ സോഴ്സ് ഇൻ ദ മൗത്ത്സ്, ഇതേപോലെ തന്നെ വായിൽ കൊച്ചു വ്രണങ്ങൾ. ഇനി കൊട്ടേഷനാണ്. പ്യൂട്രിഡ് അൾസറേഷൻ ഓഫ് ദ വോൾ ബ്യൂക്കൽ കാവിറ്റി, ആ വായിൽ മുഴുവൻ, ബ്യൂക്കൽ കാവിറ്റി, ഇവിടെ കാവിറ്റിയിൽ മുഴുവൻ ദുർഗന്ധമുള്ള വ്രണങ്ങൾ. കൊട്ടേഷനാണത്. നൗ വിത്ത് ഓൾ ദീസ് ട്രബിൾ സലൈവ പോഴ്സ് ഇൻ ടു ദ മൗത്ത്. ഇത്തരം പ്രശ്നങ്ങളോടെല്ലാം ചേർന്ന് വായിലേക്ക് ഇങ്ങനെ ഉമിനീരിങ്ങനെ ധാരാളമായി വരുന്നു. ഈ സ്റ്റിക്ക് ആൻഡ് ഡ്രോപ്പ്, ഈ കട്ടിയുള്ള ഉമിനീര് ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ നീണ്ടുവരും. ആൻഡ് റൺസ് ഓൾ ഓവർ ദ പില്ലോ ലൈക്ക് വി ഫൈൻഡ് ഇൻ മെർക്കുറി. മെർക്കുറിയിൽ കണ്ട പോലെ ആൾ കിടക്കുന്ന തലയിണയിൽ അല്ലെങ്കിൽ കിടക്കയിൽ, പായയിൽ, തുണിയിൽ എവിടെയാണെങ്കിലും ആ ഉമിനീരിങ്ങനെ പടർന്നു വരുന്നു. മെർക്കുറിയിൽ കണ്ടിട്ടുണ്ട്. ആ ഒരവസ്ഥ ബാക്ടീരിയയിലുണ്ടാകാം. അപ്പോൾ നമ്മൾ കണ്ടാൽ പേടിച്ചു പോകുന്ന ഭയജനകമായ ചില അവസ്ഥകളെ ബാക്ടീരിയ എങ്ങനെ കവർ ചെയ്യുന്നു എന്ന് ഈ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നിരവധി വിവരങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അവയെല്ലാം ശരിയായി മനസ്സിലാക്കാം. ഭാവിയിൽ നിങ്ങളുടെ പ്രാക്ടീസിൽ ഇത്തരം രോഗാവസ്ഥകൾ കാണുമ്പോൾ ഭയപ്പെടാതെ ധൈര്യമായി കൃത്യമായ ലക്ഷണങ്ങൾ ആരാഞ്ഞറിഞ്ഞ് കൃത്യമായ ഔഷധം കണ്ടെത്തി അവരെ സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.